ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് പരീക്ഷ സ്ലേറ്റിലാണ്. പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ടീച്ചർ സ്ലേറ്റ് പരിശോധിച്ച് ചോദ്യോത്തരങ്ങൾ പരിശോധിച്ച് അന്നേരം തന്നെ മാർക്കിട്ട് തരും. എനിക്ക് കിട്ടിയിരുന്ന മാർക്ക് 0 പിന്നെ അന്നേരം തുടങ്ങും മനസ്സിൽ ആദ്യം വ്യാധിയും ടെൻഷനും. പിന്നെ പോകുന്ന വഴിക്ക് അടുത്ത ഹൈസ്കൂൾ കെട്ടിടത്തിന് പിന്നാമ്പുറത്ത് നിന്ന് തപ്പിയെടുക്കുന്ന ആ ചോക്ക് കഷ്ണം ഉപയോഗിച്ച് ഈ 0-ൻ്റെ ഇടത് സൈഡിൽ ചേർത്തെഴുതുന്ന ഒരു 5, ആ 5-നെ 50 ആ 0-ത്തെ 50 വീട്ടിലേക്ക് നടക്കുമ്പോൾ അടുത്ത പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചാച്ചൻ എന്നെ കാണുമ്പോൾ ചോദിക്കും, എത്രയുണ്ടാ ബിജുമോനെ മാർക്ക്? ഞാനൊന്നും മിണ്ടിയില്ല, അതിന് പകരം സ്ലേറ്റ് ഉയർത്തി കാണിക്കും. സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിച്ചിരുന്ന ആ പരാജയത്തിൻ്റെ ഒരു വേദനയുണ്ട്. സത്യത്തിൽ പരാജയം പിന്നെയും തുടർക്കഥയായിരുന്നു ജീവിതത്തിൽ. 2ാം ക്ലാസ്സിലെ തോൽവി, 4-ലെ തോൽവി, അതെല്ലാം കഴിഞ്ഞ് 9ാം ക്ലാസ്സിലെ പരാജയം, വെറും 98 മാർക്ക് മേടിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ പരാജയം, അതോടുകൂടി സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ പിന്നെയും ജീവിതം പരാജയത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 99-ലാണ് ഞാൻ ഒരു യുവജന ധ്യാനത്തിലൂടെ യേശുവിനെ അടുത്തറിയുന്നത്. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഒരു ഷോർട്ട് ഫിലിം ഉൾപ്പെടെ, ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഉൾപ്പെടെ 15-ലധികം ആൽബങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. 35-ലധികം പാട്ടുകളും 20-ലധികം കവിതകളും ഇന്ന് എൻ്റേതായിട്ട് യൂട്യൂബിലുണ്ട്. ഞാൻ ചെയ്തിരുന്ന ടൂറിസം ട്രാവൽസ് മേഖലയിൽ 3-ലധികം ഭാഷ, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഭാഷകൾ അത്യാവശ്യം തിരക്കേടില്ലാതെ ഉപയോഗിച്ച് ഒരു ഡ്രൈവർ എന്നതിലുപരിയായിട്ടൊരു ഗൈഡും കൂടിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും അവശേഷിക്കുന്ന ചെറിയൊരു സങ്കടമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു പരിപാടിയാണല്ലോ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ. പക്ഷേ എന്നെയൊന്നും ഒരു സംഗമത്തിലും ആരും വിളിച്ചിട്ടില്ല. ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏത് ബാച്ചിലേക്ക് വിളിക്കും? 10ാം ക്ലാസ്സിൽ പഠിച്ചവർ വിളിക്കുമോ? 9ൽ പഠിച്ചവർ വിളിക്കുമോ? പണ്ട് ക്രിസ്ത്യൻ ധ്യാനം നടത്തിയിരുന്ന സമയത്ത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നൊരു പാട്ടുണ്ട്, യേശു എൻ്റെ കൂടെ വന്നാൽ 0 ആയ ഞാൻ ഹീറോ ആയി. സത്യത്തിൽ പണ്ട് 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 0-ൻ്റെ ഇടത് സൈഡിൽ 5 എഴുതി ചേർത്തിരുന്നത് പോലെ ഇന്ന് എൻ്റെ ഇടത് സൈഡിൽ ആ ഈശോയാകുന്ന ഒന്നുണ്ട്. അതുകൊണ്ട് ഇന്നെൻ്റെ ജീവിതം ഏറെ വിജയത്തിലേക്ക് അനുനിമിഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നതിലുപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടാൻ സാധിച്ചു. ഇന്ന് ലോകം എന്നെ അറിയുന്നുണ്ട്, അതെൻ്റെ യേശുവിലൂടെ.